യൂട്യൂബിലൂടെ കണ്ട തൊടുപുഴ കാണാൻ വീട് വിട്ടത് ഇറങ്ങിയതായിരുന്നു കൊച്ചിയിൽ നിന്ന് കാണാതായ 13 വയസ്സുകാരൻ. എന്നാൽ കുട്ടിയെ കണ്ടുകിട്ടിയെന്ന് അറിയിച്ച കൈനോട്ടക്കാരനിൽ നിന്ന് കുട്ടിക്ക് നേരിടേണ്ടി വന്നത് ദുരനുഭവം. കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിച്ച ശശികുമാറിനെതിരെ പോലീസ് പോക്സോ ചുമത്തി കേസെടുത്തു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് 13-കാരനെ സുരക്ഷിതമായി കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് കുട്ടി തൊടുപുഴയിൽ എത്തിയെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ബന്ധുക്കളും തിരച്ചിൽ നടത്തി വരുമ്പോഴാണ് ഇന്ന് രാവിലെ കുട്ടി തന്റെ ഒപ്പമെന്ന് കൈനോട്ടക്കാരൻ ശശികുമാർ കുട്ടിയുടെ പിതാവിനെ വിളിച്ചറിയിച്ചത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ശശികുമാറിനൊപ്പമാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. വിളിച്ചു പറഞ്ഞ അയാൾ ജോത്സ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും നമുക്കറിയാം. ഇന്നലെ രാത്രി ശശികുമാർ വാടകയ്ക്ക് താമസിക്കുന്ന തൊടുപുഴയിലെ വീട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചെങ്കിലും കുട്ടി പ്രതിരോധിച്ചതിനാൽ കൂടുതൽ ഉപദ്രവം ഉണ്ടായില്ലെന്ന് പോലീസ് പറഞ്ഞു. ശശികുമാറിനെതിരെ പോക്സോ കേസ് 7-8 വകുപ്പുകൾ പ്രകാരം എളമക്കര പോലീസ് കേസെടുത്തു. ശശികുമാറിനെ കൊച്ചി എളമക്കര പോലീസിന് കൈമാറി. ശശികുമാറിനെതിരെ സ്ത്രീകളെ ഉപദ്രവിച്ച കേസുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അയാൾക്ക് മുൻ കേസുകളുണ്ട്, അത് നമ്മളിപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇവിടെ കൈനോട്ടവും മറ്റുമായിട്ട് നടക്കുന്ന ഒരാളാണ്, ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് ഇവിടെ നടക്കുന്ന ഒരാളാണ്. അപ്പം കക്ഷിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കുട്ടിയെ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ എളമക്കരയിലെ സ്കൂളിലെത്തി പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടി വീട്ടിലെത്തിയിരുന്നില്ല. പിതാവ് നൽകിയ പരാതിയിൽ എളമക്കര പോലീസ് അന്വേഷണം നടത്തി വരുമ്പോഴാണ് കുട്ടിയെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തിയത്. കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയെ പിന്നീട് ബന്ധുക്കൾക്കൊപ്പം വിട്ടു. ന്യൂസ് മലയാളം, ഇടുക്കി.